മനുഷ്യരാശി ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് അടുക്കുകയാണോ? 2026 തുടക്കത്തിലെ സൂചനകൾ ഇങ്ങനെയൊരു സാധ്യതയിലേക്കാണെന്ന് വിരൽ ചൂണ്ടുകയാണ് വിദഗ്ധർ. എണ്ണ കട്ടെടുക്കാനായി മാത്രം പരമാധികാര രാജ്യമായ വെനസ്വേലയെ ഹൈജാക്ക് ചെയ്യുന്ന US. അടുത്തത് യൂറോപ്പിന്റെ ഡെൻമാർക്കിന്റെ ഊഴമാണ്. ഗ്രീൻലാൻഡിന് വേണ്ടി ധാതു സമ്പുഷ്ടമായ ഗ്രീൻലാൻഡ്. ഇറാനുമേൽ വട്ടമിട്ട് പറക്കുന്ന USഉം ഇസ്രായേലും. ലോകം ഒരു പഴയ കൊളോണിയൽ സാമ്രാജ്യത്വ അധിനിവേശത്തിലേക്കുള്ള തിരിച്ചുപോക്കാണോ എന്ന സംശയം ജനിപ്പിക്കുന്നു. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള വാർ അവസാനിക്കുന്നേയില്ല. ചൈന തായ്വാനെ പൂർണ്ണമായി കീഴടക്കാൻ ശ്രമിക്കുന്നു. ഗസ ഇപ്പോഴും അശാന്തമായി തുടരുന്നു. ഇതെല്ലാം കണ്ട് മൗനം പ്രാപിക്കാൻ മാത്രമാണ് ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് സാധിക്കുന്നുള്ളൂ. രാജ്യങ്ങൾക്ക് അധികം വൈകാതെ ഐക്യരാഷ്ട്ര സംഘടനയിലുള്ള വിശ്വാസം നഷ്ടമാവും. ഈ ഒരു സാഹചര്യത്തിൽ കൂട്ടി വായിക്കാവുന്നവയാണ് പല യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും വരുന്ന പ്രതികരണങ്ങൾ. നാറ്റോയുടെ സെക്രട്ടറി ജനറൽ നമ്മുടെ മുൻഗാമികൾ നേരിട്ടതുപോലെയുള്ള ഭീതിജനകമായ യുദ്ധത്തിന് തയ്യാറെടുക്കാൻ ആവശ്യപ്പെടുന്നു. ഫ്രാൻസിന്റെ ജനറൽ യുദ്ധം മൂലം ഈ വർഷം നഷ്ടമായേക്കാവുന്ന ജീവനുകളെ കുറിച്ച് നമുക്ക് വാർണിംഗ് നൽകുന്നു. ജർമ്മനി, ഫ്രാൻസ്, സ്വീഡൻ പോലുള്ള രാജ്യങ്ങൾ 18 വയസ്സിന് മുകളിലുള്ള പൗരന്മാരോട് രാഷ്ട്ര സേവനത്തിന് തയ്യാറെടുക്കാൻ പറയുന്നു. പല യൂറോപ്യൻ രാജ്യങ്ങളും യുദ്ധ സാഹചര്യത്തിൽ എടുക്കേണ്ട നടപടികളെ കുറിച്ച് ബോധ്യപ്പെടുത്തുന്നു. ഇനിയൊരു ലോകമഹായുദ്ധം, മൂന്നാം ലോകമഹായുദ്ധം സഹിക്കാനുള്ള ത്രാണി നമ്മുടെ ഭൂമിക്കില്ല. ലോകരാഷ്ട്രങ്ങൾക്ക് ഇത് തടഞ്ഞു നിർത്താൻ ഈ ഒരു അവസരത്തിൽ ഒരു ശേഷിയുമില്ല എന്ന് നമുക്ക് കാണാവുന്നതാണ്. പൗരന്മാർക്ക്, സിവിൽ സൊസൈറ്റിക്കാണ് ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്ക് ഒരു സമാധാനപരമായ ലോകത്തിനായി പ്രാർത്ഥിക്കാം, പ്രത്യാശിക്കാം. പറ്റുന്നത് നമുക്ക് കഴിയുന്ന രീതിയിൽ ചെയ്യാം. താങ്ക്